എന്നോട് നിങ്ങൾ പൊറുക്കണം. ബാർസയിലേക്കുള്ള എൻ്റെ കൂടുമാറ്റം അതൊരു തെറ്റായിരുന്നു. എന്നോടുള്ള അത്ലറ്റിക്കോയുടെ സ്നേഹം ഞാനന്ന് തിരിച്ചറിഞ്ഞില്ല. എൻ്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇവിടേക്ക് മടങ്ങി വരാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി. ഇവിടെ ഞാൻ ലാലിഗയും ചാമ്പ്യൻസ് ലീഗും ഒന്നും നേടിയില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹമെല്ലാം നേടി. ജിറോണക്കെതിരായ ആ സീസണിലെ അവസാന ഹോം മത്സരത്തിന് ശേഷം നിറഞ്ഞു കവിഞ്ഞ മെട്രോപൊളിറ്റാനോയിലെ ഗാലറിയെ സാക്ഷിയാക്കി ആന്റോണിയോ ഗ്രീസ്മാൻ മനസ്സ് തുറന്നു. ഒരു പതിറ്റാണ്ട് കാലം അത്ലറ്റിക്കോയുടെ ചുവപ്പും വെള്ളയും ജേഴ്സി അണിഞ്ഞ ഗ്രീസ്മാൻ ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ 2019 അപ്രതീക്ഷിതമായ ആ ഒരു ട്രാൻസ്ഫർ ആരാധകർക്ക് അയാളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. 120 മില്യൺ യൂറോ എന്ന ഭീമൻ പ്രൈസ് ടാഗിലെന്ന് കറ്റലോണയിലേക്ക് വണ്ടി കയറിയ താരത്തിന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഗ്ലോറി ഹണ്ടർ എന്ന ടാഗ്ലൈൻ ചാർത്തി കിട്ടി. ലോയൽറ്റിക്കപ്പുറം കിരീട വിജയവും സാലറിയും മാത്രം കണ്ട് ഗ്രീസ്മാൻ ടീം വിട്ടത് ആരാധകരെ ഒന്നാകെ അസ്വസ്ഥപ്പെടുത്തി. പക്ഷേ ഗ്രീസ്മാന് മുന്നിൽ വിധി അടുത്ത ട്വിസ്റ്റുമായി എത്തി. ഗ്രീസ്മാൻ്റെ ബാർസയിലെ ആദ്യ സീസണിൽ റയലാണ് ലാലിഗ ജയിച്ചത്. 87 പോയിന്റുമായി റയൽ തങ്ങളുടെ 34ാം കിരീടമുയർത്തുമ്പോൾ 82 പോയിന്റുള്ള ബാർസ രണ്ടാമതായി. തൊട്ടടുത്ത സീസണിലും കിരീടം മാഡ്രിഡിലെത്തി. പക്ഷേ ഇക്കുറി ജയിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെന്ന് മാത്രം. ഡീഗോ സിമിയോണിയുടെ രണ്ടാം ലാലിഗ കിരീടം, 6 സീസണിൻ്റെ ഇടവേളയിലെ ആദ്യ ട്രോഫി, ബാർസ പുറത്താക്കിയതിന് പിന്നാലെ അത്ലറ്റിക്കോയിലെത്തിയ ലൂയിസ് സുവാരസിൻ്റെ കിരീടധാരണം, അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു സീസണായിരുന്നു അത്. അപ്പോഴും ഗ്രീസ്മാൻ്റെ മുഖത്ത് നിരാശയുടെ കരിനിഴൽ മാത്രം ബാക്കിയായി. തൊട്ടടുത്ത വർഷം വീണ്ടും റയൽ ലാലിഗ ജയിച്ചതോടെ ഗ്രീസ്മാൻ ഒരു അൺലക്കി ഫാക്ടറാണെന്ന് പലരും വിധി എഴുതി. നമ്പർ 10 റോളിനോളം ഭാരമില്ലെങ്കിലും ബാർസയിലെ നമ്പർ 7 ജേഴ്സിക്കും പ്രതീക്ഷകൾ ചുമലിലേറ്റേണ്ട ഒരു ദൗത്യമുണ്ടായിരുന്നു. ഭീമൻ പ്രൈസ് ടാഗും അതിലേറെ നൽകിയ ഹൈപ്പുമെല്ലാം താരത്തിന് താങ്ങാനാവാതെ വന്നു. അതോടെ ഗ്രീസ്മാന് തൻ്റെ കറ്റലോണിയൻ നാളുകൾ ഒരു നീറുന്ന ഓർമ്മയായി മാത്രം മാറി. പിന്നീട് അങ്ങോട്ട് പലായനം മാത്രമായിരുന്നു അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത. 2021 ലോൺ അടിസ്ഥാനത്തിൽ തിരികെ അത്ലറ്റിക്കോയിലേക്ക്. ഒരു വർഷത്തിനിപ്പുറം 20 മില്യൺ എന്ന ട്രാൻസ്ഫർ ഫീൽ അത്ലറ്റിക്കോ ആ നീക്കം സ്ഥിരപ്പെടുത്തി. പക്ഷെ അതിനുശേഷം ഒരിക്കൽ പോലും അവർ ലാലിഗ ജയിച്ചിട്ടില്ല. 35-കാരനായ ഗ്രീസ്മാൻ 2005 റയൽ സോസിഡാഡ് യൂത്ത് ടീമിലൂടെയാണ് യൂറോപ്പിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. 4 വർഷത്തെ യൂത്ത് കരിയറിന് ശേഷം 2009 സീനിയർ ടീമിലെത്തി. സമീപ കാലയളവിൽ ഫ്രഞ്ച് അണ്ടർ 19, അണ്ടർ 20, അണ്ടർ 21 ടീമുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ താരത്തിൻ്റെ മികവ് യൂറോപ്പിൽ ആകെ ചർച്ചയായി. പല വമ്പന്മാരും പല കുറി ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരത്തിനെ റാഞ്ചാൻ നീക്കങ്ങൾ നടത്തിയെങ്കിലും നറുക്കു വീണത് ഡീഗോ സിമിയോയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനാണ്. 2014 30 മില്യണിന് ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പറന്നു. 23 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു പയ്യൻ. അത്ലറ്റിക്കോയുടെ അന്നത്തെ ഹോം ഗ്രൗണ്ടായ വിൻസെൻ്റ് കാൽഡറോൺ സ്റ്റേഡിയത്തിൽ ആദ്യമായി കളിക്കാൻ ഇറങ്ങുമ്പോൾ അവൻ ഒരിക്കലും കരുതി കാണില്ല അതൊരു ഇതിഹാസ തുല്യമായ കഥയുടെ തുടക്കമായിരിക്കുമെന്ന്. അതേ വർഷം തന്നെ അത്ലറ്റിക്കോ 4 പതിറ്റാണ്ടിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തു. പക്ഷേ സെർജിയോ റാമോസിൻ്റെ ലേറ്റ് ഹെഡറിൽ കന്നി യൂസിൽ കിരീടമെന്ന മോഹം പൊലിഞ്ഞു. 2 വർഷത്തിനപ്പുറം ഒരിക്കൽ കൂടി അവർ ഫൈനലിലെത്തി. പക്ഷേ യുവാൻ ഫ്രാൻ്റെ പെനാൽറ്റി കിക്ക് സൈഡ് പോസ്റ്റിലിടിച്ച് മടങ്ങിയതോടെ അന്നും കണ്ണീരണിയാനായിരുന്നു ഗ്രീസ്മാൻ്റെ വിധി. കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുമ്പോഴും ഒരു വ്യക്തിഗത താരമെന്ന നിലയിൽ ഗ്രീസ്മാൻ സ്വയം യൂറോപ്പിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 2014 ഫ്രഞ്ച് സീനിയർ ടീമിൽ അരങ്ങേറിയ താരം 2016 യൂറോ കപ്പ് സ്ക്വാഡിലും ഉണ്ടായിരുന്നു. മികച്ച ഫോമിൽ കിരീടത്തിലേക്ക് ഉദിച്ച ഫ്രാൻസിന് പക്ഷേ അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് മുന്നിൽ കിരീടം നഷ്ടമായി. അതേ വർഷം ബാലൻഡിയോർ പുരസ്കാര വേദിയിലും ഗ്രീസ്മാൻ തൻ്റെ പേരെഴുതി. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവർക്ക് പിന്നിൽ 3ാം സ്ഥാനത്താണ് താരം അന്ന് ഫിനിഷ് ചെയ്തത്. 2018 റഷ്യ ലോകകപ്പിലൂടെ ഗ്രീസ്മാൻ തൻ്റെ ലോകകപ്പ് അരങ്ങേറ്റം നടത്തി. ഫൈനലിൽ ക്രൊയേഷ്യയെ വീഴ്ത്തി 20 വർഷത്തിന് ശേഷം വിശ്വകിരീടം ഫ്രാൻസ് ചൂടുമ്പോൾ 4 ഗോളും 2 അസിസ്റ്റുമായി നിർണായക റോളിലുണ്ടായിരുന്നു താരം. 2022 ലോകകപ്പിൽ ഒരിക്കൽ കൂടി ഫൈനൽ വരെ എത്തിയെങ്കിലും മെസ്സിക്കും അർജന്റീനയ്ക്കും മുന്നിൽ ഫ്രാൻസിന് കാലിടറി. 2024 സെപ്റ്റംബറിൽ താരം ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 1.5 പതിറ്റാണ്ടിലേറെയുള്ള യൂറോപ്യൻ കളിജീവിതത്തിന് തിരശ്ശീലയിട്ട് ഗ്രീസ്മാൻ വണ്ടി കയറുന്നത് അങ്ങ് അമേരിക്കയിലേക്കാണ്. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ കളിക്കുന്ന ഒർലാൻഡോ സിറ്റി എന്ന ക്ലബിലേക്ക്. നേരത്തെ കക്ക, പാറ്റോ, നാനി, ആന്ദ്രെ പിർലോ തുടങ്ങിയ താരങ്ങൾ കളിച്ച ടീമാണ് ഒർലാൻഡോ സിറ്റി. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒർലാൻഡോ ഗ്രീസ്മാൻ്റെ വരവോടെ ഒരു മികച്ച സീസണാണ് കിനാവ് കാണുന്നത്. മറുപുറത്ത് ഡീഗോ സിമിയോണി അടുത്ത സീസൺ കൂടി അത്ലറ്റിക്കോയിൽ തുടരുമെന്ന് ഉറപ്പായതോടെ ഗ്രീസ്മാനെ ഇല്ലാത്തൊരു പുതിയ പ്ലാൻ അയാൾ ആസൂത്രണം ചെയ്യേണ്ടി വരും. യൂറോപ്പിൽ ഈ സമ്മർ ഒരുപിടി പടിയിറക്കങ്ങളുടേത് കൂടിയാണ്. ടീമിനെ താങ്ങും തണലുമായ ഒരുപിടി താരങ്ങളുടെ പടിയിറക്കത്തിൻ്റേത്. 2022 റയലിലെ തൻ്റെ നല്ല കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓഫറിന് സമ്മതം മൂളി ഇംഗ്ലണ്ടിലേക്ക് പറന്ന കാസമിറോയാണ് അതിലാദ്യത്തേത്. എങ്ങോട്ടേക്കെന്ന് ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ഈ സീസൺ യുണൈറ്റഡിനൊപ്പമുള്ള അവസാനത്തേതാണെന്ന് താരം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഓൾഡ് ട്രാഫോർഡിലെ അവസാന മത്സരത്തിൽ പ്രിയപ്പെട്ട ആരാധകരോട് താരം യാത്ര പറയുകയും ചെയ്തിരുന്നു. പടിയിറക്കങ്ങളുടെ ലിസ്റ്റിലെ അടുത്ത പേര് റോബർട്ട് ലെവൻഡോസ്കി എന്ന പോളിഷുകാരൻ്റെയാണ്. ബയേൺ മ്യൂണിക്കിൻ്റെ കരുത്തും എല്ലാമായി നിന്നിരുന്ന സമയത്താണ് താരതമ്യേന ദുർബലരായിരുന്ന ബാർസയുടെ ഓഫർ ലെവൻഡോസ്കി സ്വീകരിക്കുന്നത്. ലൂയിസ് സുവാരസ് പോയ വിടവിൽ മാർട്ടിൻ റാത്വെയ്ത്ത്, മെംഫിസ് ഡിപ്പേ, പിയറെ ഒബാമയാങ്, സെർജിയോ അഗ്യൂറോ തുടങ്ങിയവരെ പരീക്ഷിച്ച സ്ലോട്ടിലാണ് ബാർസ ലെവൻഡോസ്കി എത്തിക്കുന്നത്.
പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്ന പരിശീലകർക്ക് കീഴിൽ ലെവെ തൻ്റെ ക്ലാസ് തന്നെ തെളിയിച്ചു. ഗോളടിച്ചും അടുപ്പിച്ചും ടീം പ്ലെയറായി 4 വർഷം തുടർന്ന താരം ഇനി പുതിയ കുപ്പായം തേടി പോവുകയാണ്. റയൽ ബെറ്റിസിനെതിരെ ക്യാമ്പ് നൗവിൽ നടന്ന അവസാന ഹോം മത്സരത്തിൽ ടീമും ആരാധകരും താരത്തിന് നൽകിയത് വികാരാതീതമായ ഒരു യാത്രയപ്പാണ്. സൗദി MLS ലീഗുകളാണ് താരത്തിൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായി പറഞ്ഞു കേൾക്കുന്നത്. അത്ലറ്റിക്കോക്ക് ഗ്രീസ്മാനെയും ബാർസക്ക് ലെവൻഡോസ്കിയെയും യുണൈറ്റഡിന് കാസമീറോയുമെല്ലാം റീപ്ലേസ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ കളിച്ചത് അവരുടെ കാലുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, ഹൃദയം കൊണ്ട് കൂടിയായിരുന്നു. തലമുറ മാറ്റത്തിൻ്റെ ട്രാൻസിഷൻ സ്റ്റേജിലൂടെ ടീമുകൾ കടന്നു പോകുമ്പോൾ ക്ലബ്ബുകൾക്ക് നഷ്ടമാവുന്നത് ഇത്തരം പാഷനേറ്റ് താരങ്ങളുടെ സേവനം കൂടിയാണ്.